it's me once again. Welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ ഫോട്ടോ എഡിറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഫ്രെയിമിന് വേണ്ടിയിട്ട്, അതായത് ലോ ഷേപ്പ് കൊളാഷ് ഫോട്ടോ എഡിറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്യുക. അതിൽ സെർച്ച് ബാറിൽ ഞാനിതേ ലോ ഷേപ്പ് കൊളാഷ് അല്ലെങ്കിൽ ലോ കൊളാഷ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ലോ ഫോട്ടോ കൊളാഷ് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ വരുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ലോ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ചിലപ്പോൾ ആ ഒരു രീതിയിൽ വരുമായിരിക്കും. എന്നാലും ലോ കൊളാഷ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് പോവാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ആ ഒരു ഷേപ്പ്, ആ ഒരു എഡിറ്റിങ് നമുക്ക് കിട്ടും. അപ്പോൾ അതേ കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് പെയ്ഡ് വെർഷനാണ്. നമ്മൾ പേ ചെയ്തിട്ട് നമുക്ക് ചെയ്യണം. പക്ഷേ പേ ചെയ്യാതെ നമുക്ക് എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമ്മളെ സംഭവം ഇങ്ങനെ ഉണ്ടാവുക. ഇനി അതിൽ നമ്മൾ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് ഏതൊക്കെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഗാലറി പോവുക. എന്നിട്ട് ഓരോ ഫോട്ടോകളും ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഗാലറിയിൽ നിന്ന് നമുക്കിപ്പോൾ ഫാമിലി ഫോട്ടോസുകളാണ് വെക്കേണ്ടതെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ ലൈഫ് ജേണിയിൽ എന്തൊക്കെ ഫോട്ടോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെടുത്തുള്ളത് എല്ലാം കുറേ അധികം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനൊരു ഫോട്ടോ കുറേ ഫോട്ടോകൾ വെച്ചിട്ട് നമുക്കൊരു ഫ്രെയിമാക്കി നമ്മുടെ മെമ്മറീസുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഗാലറി പോവുക. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഏത് ഭാഗത്ത് ഏത് ഫോട്ടോ വെക്കേണ്ടത് വെച്ചാൽ ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് അത് ഒരു ബ്ലെൻഡായി നിന്നോളും. ഓക്കെ, അപ്പം അതിലുള്ള ഫോട്ടോ നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ ഇത് ആഡ് ചെയ്യണമെന്ന് വേണ്ട. നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോവുക. എന്നിട്ട് നമ്മുടെ ഫോട്ടോ ഏത് ഭാഗത്ത് വെക്കേണ്ടത് വെച്ചാൽ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഗാലറി പോയിട്ട് ഓരോന്ന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ 2, 3, 4, 5 ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് വെച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഓരോന്നായിട്ടും ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ആയതുകൊണ്ട് ഫുള്ള് ഫോട്ടോ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരെ ക്ലിക്ക് ചെയ്യുക. പക്ഷേ സേവ് ആകില്ല. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് മുകൾക്ക് കാണുന്ന ആരോ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, പേ ആൻഡ് സേവ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ളത് മുകൾക്കുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകൾക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. വീണ്ടും ഒരു ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രൈ ക്യാൻവ പ്രോ ഫോർ ഫ്രീ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷൻ തരും. അതിൽ ഡൗൺലോഡ് രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഡൗൺലോഡ് ചെയ്യുക ഫ്രീ വാട്ടർമാർക്ക് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സേവ് ആവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സേവ് ആക്കുന്ന സമയത്ത് സെൻറ്ററിൽ ചെറിയൊരു വാട്ടർമാർക്ക് ഉണ്ടാവും. ക്യാൻവൻ്റെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പേ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഇതിനനുസരിച്ച് ചെയ്യുക. പേ ചെയ്തിട്ട് ചെയ്യാം, പേ ചെയ്യാതെ ഇതുപോലെയും ചെയ്യാം. അപ്പോൾ പേ ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്, ചെയ്യാതെയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇത് വല്ലാതെ കാണുന്നൊന്നുമില്ല കേട്ടോ, ആ ക്യാൻവൻ്റെ വാട്ടർമാർക്ക്. പിന്നെ വീണ്ടും ഇത് ഞാൻ ക്യാൻവ ആപ്പിനെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏത് ഫ്രെയിമിലാണ് വേണ്ടത് വെച്ചാൽ അതിൽ എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ A5 ചെയ്ത് കാണിക്കുന്നത്. സെർച്ച് ബാറിൽ A5 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. താഴെ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാങ്ക് പേജാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പക്ഷേ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബ്ലാങ്ക് പേജ് കിട്ടണില്ല, അപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ക്രിയേറ്റ് ബ്ലാങ്കിലാണ് പോകാറുള്ളത്. അപ്പോൾ മറ്റുള്ളവർക്കാണ് വേണ്ടി പറയുന്നത്. ഇതുപോലെ ബ്ലാങ്ക് അല്ലാത്ത പേജുകൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പേജ് വന്നിട്ടുണ്ട്. അതിൽ ഓരോ ഇപ്പോൾ കളറായാലും ഫ്ലവർ ആയാലും ടെക്സ്റ്റ് ആയാലും എന്തായാലും എല്ലാ എലമെൻറ്റ്സും നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മുകളിൽ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ആക്കിയിട്ട് ഒരു ബ്ലാങ്ക് പേജ് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. എന്നിട്ട് ബ്ലാങ്ക് കിട്ടിയ പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ളായി ബ്ലാങ്ക് ആക്കി ഞാൻ കാണിക്കുന്നില്ല. കാരണം ഇതൊരു കലണ്ടറിൻ്റെ പിക്കാണ്. അപ്പോൾ 1, 2, 3 അങ്ങനെ കുറേ നമ്പറുണ്ട്, 30 വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഡിലീറ്റ് ആക്കി നിന്നാൽ പിന്നെ ടൈം പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നത് മാത്രം. ഞാൻ ഇത് ബ്ലാങ്ക് പേജ് എടുക്കുകയാണ്. ഓക്കെ, ഇനി ഗാലറിയിൽ പോവുക. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലോ ഷേപ്പിൻ്റെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിലപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് വരും കേട്ടോ. ചിലപ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ എടുക്കുന്നുണ്ട്. റേഞ്ച് ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ഒക്കെ ആയിരിക്കും.
എന്നിട്ട് ഇത് ഈ ഒരു സൈസിൽ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെറുതാക്കി കൊടുക്കണം അത് ഫുള്ളായിട്ട് വലുതാക്കി കൊടുക്കണം വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ എന്തെങ്കിലും മുകളിലോ താഴെയൊക്കെ ടെക്സ്റ്റ് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക, താഴെ ടെക്സ്റ്റിൽ പോവാം, എന്നിട്ട് എഴുതി കൊടുക്കുക. ഞാൻ ജസ്റ്റ് മൈ ലൈഫ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോക്ക് അനുസരിച്ച് നമുക്ക് കോഡ്സ് കൊടുത്താൽ മതി കേട്ടോ. ഫാമിലി ഫോട്ടോ ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക, ഫ്രണ്ട്സിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒക്കെ ഫോട്ടോകളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ അതേ മൈ ലൈഫ് എന്ന് എഴുതുന്നുണ്ട്. ഇനി ഞാനിവിടെ മുകളിലാട്ടോ വെച്ച് കൊടുക്കുന്നത്, ടെക്സ്റ്റ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താഴെ വെക്കാം, എന്തെങ്കിലും ചെറിയ കോഡ്സൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, താഴെ ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവമാണ് ഞാൻ സെലക്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതും പറഞ്ഞ പോലെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഫോണ്ട് സൈസ് വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് സേവ് ആക്കാം. താഴേക്കുള്ള ആരെ ക്ലിക്ക് ചെയ്യാം, അങ്ങനെ സേവ് ആവും. പിന്നെ പ്രിൻ്റ് എടുക്കേണ്ട കാര്യം, ഇത് A5 ആണ്. A5ൽ പ്രിൻ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. A4ൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു A5ൽ ചെയ്തത് നിങ്ങൾക്ക് A4ൽ കൊണ്ടുപോയിട്ട് പകുതിയാക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ പിന്നെ A4 ആകുമ്പോൾ മറ്റേ ഭാഗം ബ്ലാങ്ക് ആയിരിക്കും, അവിടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. A5ൽ കിട്ടാൻ ചാൻസ് കുറവാട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ആരെങ്കിലും A5ൽ പ്രിൻ്റ് എടുത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് അറിയാൻ പറ്റും, യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എഡിറ്റിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക മാക്സിമം. നമുക്ക് കുറേ പേര് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇൻസ്റ്റയിൽ കുറേ പേര് പറയലുണ്ട് കേട്ടോ, ഇത്താൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്യൽ ഇങ്ങനെ ചെയ്യൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുറേ പേർക്ക് അങ്ങനെ എത്തിക്കുമ്പോൾ അവർക്ക് കൂടെ അത് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അതിന് ഈ ക്രാഫ്റ്റിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റുള്ളവർ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുമായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നല്ല എഡിറ്റിംഗ്, ഫ്രെയിം എഡിറ്റിംഗ് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.